അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിനെ നിലംപരിശാക്കി കൊണ്ടെത്തിയ സ്പെയിനെ കാത്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി അർജന്റീന. ഈ വേൾഡ് കപ്പിലെ പല ഘട്ടങ്ങളായിട്ട് പല വമ്പന്മാരും വീണ് പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും വീഴാതെ പോരാടി നിന്ന ഒരൊറ്റ മനുഷ്യനുണ്ട്, ലയണൽ മെസ്സി. ഓരോ കളിയിലും കുറേ നാടകീയതകൾ വരും, പക്ഷെ ലാസ്റ്റ് വിജയം നമ്മുടെ ഒപ്പം തന്നെയാണ്. ഇന്നലത്തെ കളിയിലും ഇത് തന്നെ സംഭവിച്ചു. ഒരു 50-ാം മിനിറ്റിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് ഇംഗ്ലണ്ട് ആദ്യത്തെ ഗോൾ നേടി. അതിനുശേഷം ആ ബോള് ഇംഗ്ലണ്ട് പോസ്റ്റ് വിട്ട് പോയിട്ടില്ല. മൊത്തം ആക്രമണം അവിടെ തന്നെയായിരുന്നു. അർജന്റീനയുടെ ഓരോ താരങ്ങളും അവിടെ മെസ്സി അടക്കണ ഓരോ താരങ്ങളും പല രീതിയിലൊക്കെയുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു. പക്ഷേ ഭാഗ്യം ഒരുപാട് നേരം വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷെ ഉറപ്പായിരുന്നു ലാസ്റ്റ് നമുക്ക് കിട്ടും. അത് തന്നെ സംഭവിച്ചു. ഒരു 80 മിനിറ്റിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഗോൾ വന്നു. തൊട്ടു പുറകെ മെസ്സിയുടെ ഒരു നല്ല സിസ്റ്റിൽ നിന്ന് ഹെഡറിലൂടെ മാർട്ടിനസിൻ്റെ ഒരു ഗോളും കൂടെ വന്നു. 2-1. ആൻഡ് ദാറ്റ്സ് ഹൗ അർജന്റീന ഈസ് ബാക്കിംഗ് ദിസ് വേൾഡ് കപ്പ്. ആ 80 മിനിറ്റ് വരെ പലരും സന്തോഷിച്ച് കാണും. ഇംഗ്ലണ്ടിൽ സന്തോഷിച്ച് കാണും. ഇവിടുത്തെ മറ്റ് പല പ്രമുഖ ടീംസിൻ്റെ ഫാൻസ് സന്തോഷിച്ച് കാണും. ഇന്നെങ്കിലും അവിടെ ട്രോളുകൾ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു കാണും. നടന്നില്ല, നടത്തിയില്ല. കാരണം അതാണ് കളി. ദിസ് ഈസ് ലയണൽ മെസ്സി. അപ്പോൾ ഇനി അവസാനത്തെ പോരാട്ടത്തിലേക്ക് യമാലും പിള്ളേരും കാത്തിരിക്കുകയാണ്. ആൻഡ് അർജന്റീന ഹാവ് ടോൾഡ് എസ്പാനിയോ ടു വാമോസ്. ദേ കമ്മിങ് ഫോർ യു ടു ടേക്ക് ദ ഫൈനൽ.